നമസ്കാരം. ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഐക്യയിലോട്ടാണ്. ഐക്യ പോലുള്ള ഷോറൂമിലൊക്കെ പോകുമ്പോൾ കുറച്ച് രാവിലെ തന്നെ പോകാൻ ശ്രമിക്കണം. കാരണം അത്രയ്ക്കുണ്ട് ഐക്യ കാണാനായിട്ട്. പ്രത്യേകിച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ പോകണം. എല്ലാം നോക്കിയും കണ്ടും എടുത്ത് വരുമ്പോഴേക്കും സമയം കുറേ വേണ്ടി വരും. ഇന്നിപ്പോൾ വീക്കെൻഡാണ്, അതുകൊണ്ട് നല്ല തിരക്കുമായിരിക്കും. ഇപ്പോൾ ഉച്ചയൊക്കെ ആയി സമയം. ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് അരമണിക്കൂറൊക്കെ മതി ഐക്യയിലെത്താൻ. അപ്പം എന്തേ ഐക്യയിലെത്തി. ഇവിടെ താഴെ തന്നെ വലിയൊരു ഏരിയ പാർക്കിങ്ങിനായിട്ടുണ്ട്. ഇതിനു മുന്നേ ഐക്യ ഷോറൂമിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും പിന്നെ ഐക്യയുടെ ഹോൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ ചെയ്യുന്നില്ല. എന്തായാലും ഇന്ന് ഐക്യയിൽ പോകുന്നത് കൊണ്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. അവിടെ എൻട്രൻസിൽ തന്നെ ഇങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടാവും. ഓഫറൊക്കെ ഉള്ളതായിരിക്കും വെച്ചിട്ടുണ്ടാവുക. ഇത് സെക്കൻഡ് ഫ്ലോറാണ്. ഐക്യയുടെ ഷോറൂം ഇന്ത്യയിൽ പലയിടത്തുണ്ട്. ഐക്യ നമ്മുടെ കേരളത്തിലും കൂടി വന്നിരുന്നെങ്കിൽ നന്നായിനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പുതിയ വീടൊക്കെ വെക്കുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടും. ഐക്യ ഷോറൂമൊക്കെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ കുറേ ഐഡിയ കിട്ടും. എങ്ങനെ ഒരു കിച്ചൺ അല്ലെങ്കിൽ ഡൈനിങ് ഏരിയ, ലിവിങ് റൂം, ബെഡ്റൂം ഒക്കെ എങ്ങനെ സെറ്റ് ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ കിട്ടും. ഞങ്ങൾ ഇന്നിവിടെ വന്നത് കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. പിന്നെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് കൂടി നോക്കാൻ വേണ്ടിയാണ്. ഇതിപ്പോൾ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന ഓരോ പ്രൊഡക്ട്സ് ആണ്. ഇതിലെ ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. പകരം ഈ വെച്ചിരിക്കുന്ന ഓരോ ഐറ്റത്തിലും അതിൻ്റെ പ്രൈസ് ടാഗും മറ്റ് ഡീറ്റെയിൽസും പിന്നെ പിക്കപ്പ് ലൊക്കേഷനും ഒക്കെ കാണും. അപ്പോൾ അവിടെ പോയി അത് കളക്ട് ചെയ്താൽ മതി. അങ്ങനെ ഇവിടെ വെച്ചിരിക്കുന്ന ഓരോ ഐറ്റംസിലും, അതിപ്പോൾ സോഫ ആയിക്കോട്ടെ അല്ലെങ്കിൽ പില്ലോ, TV സ്റ്റാൻഡ്, ചെയർ, ടേബിൾ, സ്റ്റോറേജ് യൂണിറ്റ് എന്തോ ആയിക്കോട്ടെ, അതിലൊക്കെയും പിക്കപ്പ് ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും. അവിടെ ചെന്ന് കളക്ട് ചെയ്താൽ മതി. വളരെ കുറച്ച് സ്പേസിലാണ് ഓരോ റൂമും ചെയ്തിരിക്കുന്നത്. ഇതിപ്പം നോക്കിയാൽ തന്നെ അറിയാം, വളരെ ചെറിയൊരു ഏരിയയിലാണ് ഇവിടെ കിച്ചണും ഡൈനിങ് ഏരിയയും ലിവിംഗ് റൂമും കൂടി സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ എല്ലാ ആവശ്യമായിട്ടുള്ള സാധനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഞങ്ങളിത് ഇതേപോലത്തെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ആണ് നോക്കുന്നത്. ഇതേപോലെ കുറേ ഇവിടെ വെച്ചിട്ടുണ്ട്. ഏത് സെലക്ട് ചെയ്യണം എന്ന് ഇങ്ങനെ നോക്കുകയാണ്. ഇതൊക്കെ വാർഡ്രോബിൽ തുണിയൊക്കെ മടക്കി വെക്കത്തക്ക രീതിയിലുള്ള സ്റ്റോറേജ് ഐറ്റംസ് ആണ്. അതിന് മാത്രമല്ല കേട്ടോ, വേറെ സ്റ്റോറേജ് പർപ്പസിനും ഉപയോഗിക്കാം. ഇതൊക്കെ വാർഡ്രോബ്സ് ആണ്. ഇതിനൊക്കെ തട്ടുകൾ കുറവായിരിക്കും. ഡ്രസ്സൊക്കെ ഹാങ് ചെയ്തിടാൻ പറ്റിയ വലിയൊരു പാർട്ടീഷനൊക്കെ ആയിരിക്കും കൂടുതലും. അപ്പോൾ നേരത്തെ കാണിച്ച പോലത്തെ ചെറിയ സ്റ്റോറേജ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഇതിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതൊക്കെ ടോയ്സിൻ്റെ ഏരിയ ആണ്. സോഫ്റ്റ് ടോയ്സ് ഉണ്ട്, വുഡൻ ടോയ്സ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുണ്ട്.
ഒരേ ഐറ്റത്തിൻ്റെ തന്നെ പല മോഡലുകളാണ് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ കിച്ചൺ അപ്ലയൻസസ് ഒക്കെയാണ്. ഫ്രിഡ്ജിൽ പോലും സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പല രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന കിച്ചണാണ് ഇതൊക്കെ. സെക്കൻഡ് ഫ്ലോറിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ ഫ്ലോറിൽ തന്നെയാണ് റെസ്റ്റോറൻറ്റും ഉള്ളത്. സ്വീഡിഷ് റെസ്റ്റോറൻ്റാണ്. ഇവിടെ എപ്പോഴും അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ആയിരിക്കും. ഇവിടുത്തെ മെയിൻ മെന്യൂസൊക്കെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. കൂടാതെ ഇവിടെ സൈഡിലും വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കുറേ ട്രോളീസ് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ട്രേ വെച്ചിട്ട് അതിലാണ് ഫുഡ് വാങ്ങി വെക്കേണ്ടത്. ചിക്കൻ ഷിൻസലും പിന്നെ ഫിഷ് ആൻഡ് ചിപ്സും ആണ് മെയിനായിട്ട് ഓർഡർ ചെയ്തത്. പിന്നെ കൂടെ ചെറിയ ചെറിയ ഫുഡ് ഐറ്റംസും. ഇതിനു മുന്നേ ഒരു ദിവസം ഇവിടെ വന്നപ്പോഴും ഏതാണ്ട് ഈ ഒരു ഫുഡൊക്കെ തന്നെ ആയിരുന്നു ഉള്ളത്. വലിയ മാറ്റമൊന്നുമില്ല. ഇവിടെ സീറ്റ് കിട്ടാൻ കുറച്ച് പാടാണ്, അത്രയ്ക്ക് തിരക്കാണ്. അടുത്തതിനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. അവിടെയാണ് മെയിൻ ഷോപ്പിംഗ് എന്ന് പറയാം. ഇവിടെയാണ് ആൾക്കാർ കൂടുതലും ഷോപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ള ഏരിയ. ഏത് കണ്ടാലും എടുക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ. ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ നാട്ടിലെ ഏതോ കടയിലൊക്കെ പോയ പോലത്തെ ഒരു ഫീലാണ്. കുറേ സ്റ്റീൽ പാത്രങ്ങളൊക്കെ കാണാൻ പറ്റും. നല്ല ക്വാളിറ്റി ഉള്ളതും പിന്നെ അഫോർഡ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഐറ്റംസ് ഒക്കെയാണ് ഐക്യയിലുള്ളതെന്ന് തോന്നിയിട്ടുണ്ട്. കുറേ നാൾ മുന്നേ വാങ്ങിച്ചിട്ടുള്ള പല ഐറ്റംസ് ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാ ഐക്യ ഷോറൂമിൽ ഏതാണ്ട് ഒരേപോലത്തെ ഐറ്റംസ് ഒക്കെ ആണെന്ന് തോന്നുന്നു. പിന്നെ ഓരോ രാജ്യങ്ങളനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ കാണും. ഈ ഒരു മാറ്റ് കണ്ടോ, ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. വെള്ളമൊക്കെ പെട്ടെന്ന് അബ്സോർവ് ചെയ്യുന്നതാണിത്. കപ്പും പ്ലേറ്റ്സും ഒക്കെ കഴുകി ഇതിൽ വയ്ക്കുകയാണെങ്കിൽ അതിൽ നിന്നും വീഴുന്ന വെള്ളമൊക്കെ പെട്ടെന്ന് അബ്സോർവ് ആയിക്കോളും. നേരത്തെ ഇവിടെ വന്നപ്പോഴും ഇതേപോലത്തെ 2 മാറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം കൂടി വാങ്ങാമെന്ന് വിചാരിച്ചു. ചൂട് സാധനങ്ങളൊക്കെ വയ്ക്കാൻ പറ്റിയതാണ് ഇതിൽ. ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുള്ളത് കിച്ചണിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെയാണ്. കപ്സ്, പ്ലേറ്റ്സ്, ബൗൾസ്, സ്റ്റോറേജ് ബോക്സസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ ഈ ഫ്ലോറിലുള്ളത് ഒരു വീട് അലങ്കരിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അതായത് ലൈറ്റ്സ്, വാൾപേപ്പർ, പെയിൻറ്റിങ്, റഗ്സ്, കർട്ടൻസ്, അങ്ങനത്തെ കുറേ ഐറ്റംസ്. പിന്നെ പല ഇനം ചെടികളുണ്ട്.
കാണുന്നത് സെൽഫ് സെർവ് ഏരിയ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, സെക്കൻഡ് ഫ്ലോറിൽ കണ്ട ഏതെങ്കിലും ഫർണിച്ചറോ അല്ലെങ്കിൽ ഏതെങ്കിലും കിച്ചൺ അപ്ലയൻസസോ അങ്ങനെ എന്തെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൽ കൊടുത്തിട്ടുള്ള പിക്കപ്പ് ലൊക്കേഷനാണ് ഇവിടെ കാണുന്നത്. അതിലെ നമ്പർ നോക്കി ഇവിടെ നിന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. അവിടെ വെച്ചിട്ടുള്ള ഈ സ്ക്രീനിൽ നോക്കിയാൽ അറിയാൻ പറ്റും ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് എവിടെയാണ് വെച്ചിട്ടുള്ളത് എന്നുള്ളത്. ഇതാണ് ഞങ്ങൾ വാങ്ങിച്ച സ്റ്റോറേജ് യൂണിറ്റ്. ഇത് അസംബിൾ ചെയ്യാതെയാണ് വെച്ചിട്ടുള്ളത്. അത് വീട്ടിൽ കൊണ്ടുവന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ബില്ലിംഗ് ഏരിയ. ഐക്യയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഡെക്കാത്തലോണും. ആക്ച്വലി ഇന്നിവിടെ വന്നതിന് ശേഷം അവിടെയും കൂടി പോകണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇന്നിനിയും പറ്റത്തില്ല, ഷോപ്പ് ക്ലോസ് ചെയ്യാറായി വരുന്നു. അവിടെ ഇനി വേറെ ദിവസം പോകാമെന്ന് വിചാരിച്ചു. ബില്ലിംഗ് സെക്ഷൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടെയുമുണ്ട് ചെറിയ റിഫ്രഷ്മെൻറ്റിനുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുന്നതും വീഡിയോ ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. താങ്ക്